ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു ലക്ഷറി വീടിൻ്റെ വിശേഷമാണ് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും മനോഹരമായ 3 ലിവിംഗ് ഏരിയ ഉൾപ്പെടെയാണ് ഈ മനോഹരമായ ലക്ഷറി വീട് നിർമ്മിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ജസ്റ്റ് 15 മിനിറ്റ്സ് യാത്ര മാത്രമുള്ള ഒരു ലൊക്കേഷനിൽ കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും കേവലം 100 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. മാത്രമല്ല കിഴക്കമ്പലം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ വീട് കിഴക്കമ്പലം ടൗണിലേക്ക് 1 കിലോമീറ്റർ ദൂരവും 2.5 കിലോമീറ്റർ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിലേക്ക് 12 കിലോമീറ്റർ ദൂരവും വരുന്ന ഈ വീട് ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ എലിവേഷന് നിർമ്മിച്ച ഈ വീട് ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. ക്ലാഡിംഗ് സ്റ്റോൺ എല്ലാം നൽകി വളരെ മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ മുൻവശത്തെ മതിൽ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി വീതി കൂടിയ ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്ന വിശാലമേറിയ മുറ്റത്തിലാണ് 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ചെറിയ കാറുകളാണെങ്കിൽ 3 കാറുകൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാം. വീടിൻ്റെ മുൻവശത്തായി പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്ന കിണർ വെള്ളമാണ്. മാത്രമല്ല KW കണക്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വടക്ക് കിഴക്ക് മൂലയിലായി കിണറും നിർമ്മിച്ചിരിക്കുന്നു. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ വീടിൻ്റെ മുറ്റം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് അവൈലബിൾ ആണ്. ഗ്രാനൈറ്റ് ഫ്ലോറിംഗ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാളുകളിൽ ഗ്ലാഡിംഗ് സ്റ്റോൺ എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ഷൂറാക്കെല്ലാം നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വീടിൻ്റെ മുൻവശത്തെ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. 2 പാളികളായി നിർമ്മിച്ച ഈ ഡോറ് കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെ ഡബിൾ ഹൈറ്റിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി സീലിങ്ങിലെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാളിൽ ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് വശത്തായി മനോഹരമായ രീതിയിൽ തന്നെ ഒരു കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. വാളുകളിൽ വാൾപേപ്പർ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് നിർമ്മിച്ച ഈ ഡൈനിങ് സ്പേസ്. വലിയൊരു ഡൈനിങ് ടേബിൾ ഏതാണ്ട് ഒരു 10-12 പേർ കപ്പാസിറ്റി ഉള്ള വലിയ ഡൈനിങ് ടേബിൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്പേസ്. സീലിംഗ് ഹോളിൽ പ്രൊഫൈൽ ലൈറ്റുകളും LED വാം ലൈറ്റുകളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നേരെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കോർട്ട്യാർഡാണ്. നല്ല ഭംഗിയിലാണ് കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായാണ് ഒരു സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. നല്ലൊരു സ്പേഷ്യസ് ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റും യൂസ് ചെയ്തിരിക്കുന്നു.
വലിയൊരു റെഫ്രിജറേറ്റർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടായിട്ടാണ് കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യുന്നൊരു ദിക്ക് വരുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. വർക്ക് ഏരിയയുടെ സൈഡ് വശത്തായിട്ട് വടക്ക് കിഴക്ക് മൂലയിലായാണ് അവിടുത്തെ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് 1.5 മീറ്ററോളം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശങ്ങളിലെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 മനോഹരമായ ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ടോട്ടലായി 4 ബെഡ്റൂമുകളാണ് വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വലിയൊരു വാർഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്ന കജാരിയ ബ്രാൻഡിൻ്റെ ടൈൽസുകളാണ്. നമുക്കിനി ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നിർമ്മിച്ച ഈ ബാത്റൂമിന് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല എക്സോസ്റ്റ് സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 2700ഓളം സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ ഓരോരോ ഏരിയയും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ ബെഡും നമുക്ക് അറേഞ്ച് ചെയ്യാൻ വിധത്തിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം കൺസീൽഡ് ആയിട്ട് ലക്ഷറി ആയിട്ട് തന്നെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. മനോഹരമായ ഒരു കാൻഡിലിവർ സ്റ്റെയർകേസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസ് നൽകിയിരിക്കുന്നു. ഹാൻഡ് റെയിലെ ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഒരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻട്രി വരുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഹാൻഡ് റെയിലിനെ ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ലൊരു മനോഹരമായൊരു ഏരിയയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനെ വുഡൻ ഫിനിഷിൽ ടൈൽസുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂം, അതായത് ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബ് സൗകര്യം ലഭ്യമാണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസോട് തന്നെയുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ട് തന്നെയാണ് അവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോയാൽ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും ഏതൊരു വലിപ്പമുള്ള ബെഡും അറേഞ്ച് ചെയ്യാൻ വിധത്തിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ജസ്റ്റ് ഒരു 7.5-8 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഫേസ് 3 നിന്നും ഇൻഫോ പാർക്ക് ഫേസ് 3ൻ്റെ ലാൻഡ് പൂളിംഗ് നടക്കുന്ന ഏരിയയിൽ നിന്നും ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ബാൽക്കണി നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനെ ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാൽക്കണി കൂടാതെ ഒരു ഓപ്പൺ ടെറസും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. 5.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2700ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാടിന് സമീപം കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായി വരുന്ന ഈ വീട് ബസ് റോഡിൽ നിന്നും ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരത്തായാണ് നിർമ്മിച്ചിരിക്കുന്നത്.
ഇനി ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് ചോദിക്കുന്ന വില 1,25,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെയും ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.